ജയിൽ DIG വിനോദ് കുമാറിനെതിരായ കൈക്കൂലി കേസിൽ വിജിലൻസ് FIR മീഡിയ വണ്ണിന് ലഭിച്ചു. കണ്ണൂർ, വിയ്യൂർ, പൂജപ്പുര ജയിലുകളിലെ തടവുകാരിൽ നിന്നാണ് വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയത് എന്ന് FIR-ൽ പറയുന്നുണ്ട്. കൈക്കൂലിയായി പണം വാങ്ങിയതിന് പിന്നാലെയാണ് ഈ പരോൾ അനുവദിക്കുന്നത് എന്നുകൂടി FIR-ൽ പറയുന്നു. പ്രതികളുമായും ഗുണ്ടകളുമായും വിനോദ് കുമാർ ഫോണിൽ ബന്ധപ്പെട്ടതിനും വിജിലൻസിന് തെളിവുകൾ കിട്ടിയിരിക്കുന്നു. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഇന്നലെ തന്നെ നമുക്കറിയാം വളരെ ഗുരുതരമായ തെളിവുകൾ കൂടിയാണ് പുറത്തു വന്നത്. പ്രത്യേകിച്ച് കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ നിന്ന് കൊട്ടേഷൻ എടുക്കാനുള്ള അനുമതി വരെ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഫോൺ അടക്കം ഉപയോഗിക്കാനുള്ള അനുമതി വരെ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പണം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ FIR പുറത്തു വരുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ജയിൽ DIG ആയിരുന്ന വിനോദ് കുമാറിനെതിരെ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്താണ് FIR-ന്റെ ഒരു പൂർണ്ണ വിവരം? ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ് വിയ്യൂർ ജയില്. അതീവ സുരക്ഷാ ജയിലാണ്. അവിടെ ഒരു കാര്യം നടക്കണമെങ്കിൽ, അനധികൃതമായ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ പാടാണെന്ന് അറിയാം. അതങ്ങനെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതല്ല. അവർ ഉദ്യോഗസ്ഥരെല്ലാം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. ആ ജയിലിൽ വെച്ചും ആ ജയിലിലുള്ള ആളുകൾക്കും പോലും ഇയാൾ ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെ വിയ്യൂർ ജയിൽ മാത്രമല്ല, പൂജപ്പുര, കണ്ണൂർ ജയിലുകൾ, മറ്റ് ജയിലുകളിലൊക്കെ ഇയാൾ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുൻകൂറായി പണം കൈപ്പറ്റിയതിനു ശേഷം ഈ ഇവിടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് സന്ദർശിക്കാനുള്ള അനുമതിയൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. പണം വരുന്നതിന്റെയും അതോടൊപ്പം തന്നെ വന്നതിന് തൊട്ട് പിന്നാലെ ഇവർ വന്ന് സന്ദർശിച്ച് പോകുന്നതിന്റെയുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിലെ പ്രതികളും അതോടൊപ്പം തന്നെ ഗുണ്ടകളുമായി വിനോദ് കുമാർ ഫോണിൽ സംസാരിച്ചിരിക്കുന്നതിന്റെ വിവരങ്ങൾ കൂടി ഈ അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് അഴിമതി നിരോധന നിയമത്തിലെ 2 വകുപ്പുകൾ കൂടി ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ ശമ്പളത്തിന് പുറമെ 35 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ വസ്തുവകകൾ സംബന്ധിച്ച് കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, റിപ്പോർട്ട് ചെയ്തതുപോലെ, ഈ പണം വാങ്ങുന്നതിനപ്പുറത്തേക്ക് ജയിലിലിരുന്ന് ഈ പ്രതികൾക്ക്, തടവുകാർക്ക് കൊട്ടേഷൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള പോലുള്ള സഹായം വരെ ഇയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറെ നമ്മളിപ്പോഴും ഒരു ആലോചിച്ചു വന്നൊരു കാര്യം, ഈ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെതിരെ ഒരു കേസെടുത്ത് ഇത്തരമായ ഗുരുതരമായ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും 2-3 ദിവസം കഴിഞ്ഞിട്ട് പോലും ഇയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. സസ്പെൻഷൻ അനിവാര്യമാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് ഇപ്പോഴും ഒരു നടപടിയുമില്ലാതെ ആഭ്യന്തര വകുപ്പിന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.